ഇത് ഒരുപാട് സൈക്കിളുകൾ ഇവിടെ നിരത്തി വെച്ചേക്കണം കേട്ടോ. ഇത് സൈക്കിൾ ഷോപ്പോ കാര്യങ്ങളൊന്നുമല്ല. ഇത് എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്ത് നിത്യസഹായമാത ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഏകദേശം ഒരു 103ഓളം സൈക്കിളുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ വേദപാഠവുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒരു 103 കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 103 സൈക്കിളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ള ഗിഫ്റ്റാണ്, എന്താണ് സംഭവം എന്നൊക്കെ നമ്മുടെ വൈദികനും ഇവിടുത്തെ KTSത്തിൻ്റെ ടീച്ചർമാരും നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൈക്കിളുകൾ. അപ്പോൾ ഇത് പള്ളിയുടെ ഹോളിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ പള്ളിയുടെ സഹവികാരിയോട് തന്നെ കാര്യങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വരാപ്പുഴ അതിരൂപതയിലെ വൈപ്പിങ്കരയിലെ ഓച്ചന്തുരുത്ത് വളപ്പ് നിത്യസഹായമാത ഇടവകയിലെ 103 കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഈ ദിവ്യബലിയിൽ മുടങ്ങാതെ നമ്മുടെ ദേവാലയത്തിൽ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു വർഷം എങ്ങനെയാണ് ഒരാൾക്ക് മുടങ്ങാതെ ദിവ്യബലിയിൽ പള്ളിയിൽ വന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കുക? കാരണം ഇവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ അസുഖങ്ങളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട കാര്യങ്ങളും അവസരങ്ങളൊക്കെ വന്നപ്പോഴും ഇവർ പരിശുദ്ധ കുർബാന മുടക്കാതെ എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ നമ്മുടെ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വളരെ രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ ഒരുപാട് പേരുടെ മാതാപിതാക്കളും ഇവരോടൊപ്പം പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരികയും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടവക തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വഴിയിലേക്ക് എത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചു കൈവെള്ളയില്ലണയും സ്വർഗ സമ്മാനമേ, ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിധിന്യാത്രയിൽ എൻ്റെ ദിവ്യപാദേയമേ, ഹൃദയമൊരുക്കി ഞാൻ നാഥാണയോ, സർവം അർപ്പിക്കാൻ എന്നിൽ അലിയോ, നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ, നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. ഞാൻ മൈക്കൽ പങ്കിത്, വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകനാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയിലേക്ക് കുട്ടികളെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ 2025 പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനമായ ജൂൺ 22 മുതൽ 2026 പരിശുദ്ധ കുർബാനയുടെ തിരുനാളായ ജൂൺ 7 വരെയുള്ള ഒരു വർഷക്കാലം ഈ കുട്ടികളെ മുഴുവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആരംഭിച്ച പദ്ധതിയാണ് ജീസസ് എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത് ഇൻ ആൻ ഇയർ വിത്ത് ജീസസ്. അതുവഴിയായി ഒരു വർഷക്കാലം മുടങ്ങാതെ ദിവ്യബലിയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അതിനൊരു പ്രോത്സാഹനമായി അവർക്ക് ഒരു സമ്മാനം, നല്ലൊരു സമ്മാനം ഓഫർ ചെയ്ത് സൈക്കിൾ സമ്മാനമാണ്. ഇടവകയിലെ 689 കുട്ടികളും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെങ്കിലും പൂർത്തീകരിച്ച 103 കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തുകയാണ് ഈ വർഷത്തെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനമായ ജൂൺ 7. ഇതുവഴിയായി കുട്ടികൾക്ക് ആഴത്തിലുള്ള ക്രൈസ്തവ ബോധ്യങ്ങളിലേക്കും കുർബാനയെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധത്തിലേക്കും അറിവിലേക്കും അനുഭവത്തിലേക്കും വളർത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥകരമാണ്. ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഇടവകയിലുള്ള മുഴുവൻ അംഗങ്ങളോടും സംഘടനകളോടും ഇതിൻ്റെ സാമ്പത്തിക സഹായത്തിനു വേണ്ടി ശ്രമിച്ച എല്ലാ വ്യക്തികളോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് ആഴത്തിലുള്ള വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അവബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ, അതുവഴിയായി നല്ലൊരു ക്രൈസ്തവ സമൂഹം രൂപപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് മതബോധന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതുപോലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ടൊരു പ്രചോദനം ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അറിയാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയുള്ള തുക നമ്മൾ എങ്ങനെയാണ് സമാഹരിച്ചത്, അതിനുവേണ്ടി കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? കാര്യം നിർബന്ധിത പിരിവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ, എങ്ങനെയാണെന്ന് പറയാമോ?
നമ്മളൊരു 100 കുട്ടികളെയാണ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ 100 കുട്ടികൾ വരുമ്പോൾ ഒരു 7 ലക്ഷം രൂപ എങ്കിലും എക്സ്പെൻസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫണ്ട് രൂപീകരിക്കാനായിട്ട് വിവിധ പദ്ധതികളുടെ ആരിൽ നിന്ന് നമ്മൾ ബലമായിട്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഒരു സംഭാവന പോലും സ്വീകരിച്ചിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ 3-4 പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ഈ ഇടവകയിൽ ആഘോഷപൂർവ്വം ആഘോഷിക്കുക പതിവാണ്. വർഷങ്ങളായി, ഏതാണ്ട് 15ഓളം വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്ന പതിവാണ്. ആ സമയത്ത് തിരുനാളിനോട് ബന്ധപ്പെട്ട് നമ്മളൊരു സപ്ലിമെന്റ് ചെയ്തു. അതിൽ ഏതാണ്ട് 72ഓളം വ്യക്തികൾ നമ്മളോട് സഹകരിച്ചു. അവർ പരസ്യങ്ങൾ തന്നു. അതിലൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് സമാഹരിക്കാനായിട്ട് കഴിഞ്ഞു. വീണ്ടും ഒക്ടോബർ മാസത്തിൽ നമ്മളൊരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തി. അതിലൂടെ നമുക്ക് കുറേയേറെ ഫണ്ട് സ്വരൂപിക്കാനായിട്ട് കഴിഞ്ഞു. ഡിസംബർ മാസത്തിൽ ക്രിസ്മസിൻ്റെ അനുബന്ധമായിട്ട് ഡിസംബർ 31-ാം തീയതി നറുക്കെടുക്കുന്ന രീതിയിൽ ഒരു ലക്കി ഡ്രോ കൂപ്പണുകൾ നമ്മൾ സമാഹരിച്ചു. അതിലൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് സമാഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഭ്യുദയകാംക്ഷികളായ കുറേയേറെ വ്യക്തികൾ നമ്മളോട് സഹകരിച്ചു. ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും വളരെയേറെ നമ്മളോട് സഹകരിച്ചു. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഭാഗമല്ല. ഈ പ്രോജക്റ്റ് ഇടവകയുടെ പ്രോജക്റ്റായിരുന്നു. ഈ ഇടവകയുടെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളുടെയും അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്കിത് ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞത്. ഈ പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഫണ്ട് നമുക്കൊരു പ്രശ്നമായിട്ട് മാറിയില്ല. ഇതിന്റെ പദ്ധതിയുടെ ഫിനിഷിങ്ങിന് മുമ്പ് ഏതാണ്ട് ഡിസംബറോടുകൂടി തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്ര തുക ചെലവായെന്ന് പറയാൻ സാധിക്കും? കൃത്യമായി പറഞ്ഞാൽ 103 സൈക്കിളുകൾക്കായി 5,87,950 രൂപയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. മറ്റു ആഘോഷ പരിപാടികൾക്കുള്ള എല്ലാ ചെലവുകളും ഉൾപ്പെടെ പരമാവധി 7 ലക്ഷം രൂപയ്ക്കുള്ളിൽ തീർക്കണമെന്നാണ് നമ്മുടെ പ്ലാനിങ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾക്ക് തീർച്ചയാണ് പഠനമുണ്ടാകും, ട്യൂഷൻ ക്ലാസ് ഉണ്ടാകും, മറ്റു പല സ്ഥാനങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു പല കാര്യങ്ങളും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അക്കാര്യത്തിൻ്റെ പിറകെ ഇക്കാര്യത്തിൻ്റെ പിറകെ ഒക്കെ പോകാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ ചേർത്ത് നിർത്തിയത് ആരാണ്? സകലത്തിൻ്റെയും സൃഷ്ടാവായ ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം സ്വന്തമാക്കിയവരുടെ വിജയവും സന്തോഷവും നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മബന്ധത്തിലേക്ക് വളരാൻ നമ്മെ സഹായിക്കുന്ന 2 ഉപാധികളാണ്. ഒന്ന് തിരുവചനവും, 2 പരിശുദ്ധ കുർബാനയും. ഈ പരിശുദ്ധ കുർബാനയിലും തിരുവചനത്തിലും കേന്ദ്രീകൃതമായിട്ടാണ് ബഹുമാനപ്പെട്ട ഡെന്നി അച്ഛൻ നമ്മുടെ ഇടവകയെ നയിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഇപ്രകാരമുള്ള ഈ സംരംഭത്തിലൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ കൂട്ടായി ചേർത്ത് പിടിച്ച ബഹുമാനപ്പെട്ട ഡെന്നി അച്ഛനും അച്ഛൻ്റെ സഹവികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട ആശിഷ് അച്ഛനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മിഥുൻ അച്ഛനും ഹൃദയപൂർവകമായ അനുമോദനം വരാപ്പുഴ അതിരൂപതയുടെ പേരിൽ, വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ്റെ പേരിൽ ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾ ഇന്ന് ഇപ്രകാരം ഒരു വർഷക്കാലം മുടങ്ങാതെ അതിന് കുർബാനയിൽ പങ്കുചേരാൻ വന്നു എങ്കിൽ നമ്മൾ എവ്രിഡേ വിത്ത് ജീസസ് എന്നൊരു ആശയം നൽകിയാൽ പോരാ, അതിന് അക്കമ്പനി ചെയ്യുന്ന വിശ്വാസ പരിശീലക അധ്യാപകർ കൂടെ ഉണ്ടായതാണ് അത് നടപ്പാക്കാനുള്ള കാരണമായി തീർന്നത്. ആയതിനാൽ ഈ പരിപാടികൾക്ക് നേതൃത്വവും സഹകരണവും നൽകിയ പ്രിയ ബഹുമാനപ്പെട്ട വിശ്വാസ പരിശീലന സമിതിയുടെ ഹെഡ് മാസ്റ്റർ പ്രിയ ബഹുമാനപ്പെട്ട മൈക്കിൾ സാറിനും എല്ലാ വിശ്വാസ പരിശീലകർക്കും എൻ്റെ വരാപ്പുഴ അതിരൂപതയുടെ പേരിലുള്ള ആത്മാർത്ഥമായ അനുമോദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. പ്രിയ കുട്ടികളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഈശോയെ സ്വന്തമാക്കിയവരാണ്. നിങ്ങൾ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിൽ ജീവിക്കുന്ന നിങ്ങളല്ല, ക്രിസ്തുവാണ്. നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാം സ്വന്തമാക്കിയവരാണ്. പിതാവായ ദൈവത്തെ സ്വന്തമാക്കിയവരാണ്, പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയവരാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നേടിയവരാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ പല കാരണങ്ങളും പല വസ്തുക്കളും പല വ്യക്തികളും നിങ്ങളെ ചലഞ്ച് ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഏദൻ തോട്ടത്തിൽ പിശാചു വന്ന് ആദത്തെയും ഹവ്വായെയും പരീക്ഷിച്ചതുപോലെയുള്ള വാക്കുകളായിട്ടാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ കേൾക്കേണ്ടത് ഈശോയുടെ വാക്കുകളാണ്. നിങ്ങൾ നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ്.
നിങ്ങൾക്ക് എപ്പോഴും അനുസ്മരിക്കേണ്ടത് ഞങ്ങൾക്കൊരു സ്നേഹനിധിയായ സ്വർഗീയ പിതാവുണ്ടെന്നുള്ള പ്രത്യേകമായ ഓർമ്മയിലാണ് മുൻപോട്ട് പോകേണ്ടത്. അപ്രകാരം പോകാനായിട്ട് നിങ്ങൾ ഇന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സബര്യ മുൻപോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് സന്നദ്ധരായ നിങ്ങൾക്കും എവരിഡേ വിത്ത് ജീസസ് എന്ന പ്രോഗ്രാമിന് നിങ്ങളെ പിന്തുണച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ്റെ പേരിലുമുള്ള ആത്മാർത്ഥമായ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സൈക്കിൾ സമ്മാനദാന പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പിതാവ് നമ്മളോട് സംസാരിച്ചു, അതുപോലെ പള്ളിയിലെ വൈദികൻ നമ്മളോട് സംസാരിച്ചു, വേദപാഠ പ്രധാന അധ്യാപകനും നമ്മളോട് സംസാരിച്ചു. ഇനി നമുക്കറിയേണ്ടത് ഈ സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്, എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അവർക്ക് ഈ സമ്മാനം കിട്ടിയത്, അവർക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ സപ്പോർട്ട് കിട്ടി, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് സമ്മാനം കിട്ടിയ കുട്ടികളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടിമതി. അതെ, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഈയൊരു വർഷക്കാലം ഈശോയോടൊത്തുള്ള ഒരു മനോഹരമായ യാത്ര. ദൈവാനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുമാണ് ഈയൊരു വർഷക്കാലം മുടങ്ങാതെ ദിവ്യ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ചത്. അതിന് ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. 2025 ജൂൺ 22 ഞായറാഴ്ച ഞങ്ങൾ മതബോധന വിദ്യാർത്ഥികൾക്ക് ഈ ജീസസ് അറ്റൻഡൻസ് കാർഡ് കിട്ടിയപ്പോൾ അതൊരു തമാശയായിരുന്നു അല്ലേ. ആദ്യമൊക്കെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് പള്ളിയിൽ പോകാലോ, അതുപോലെ തന്നെ സൈക്കിൾ കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ ആയിരുന്നു ചിന്ത. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഓരോ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ അതൊരു ശീലമായി തന്നെ മാറി. അതിനിടയിൽ ഞങ്ങൾ മുടങ്ങാതെ വരുന്ന കുട്ടികളുടെ വീട് സന്ദർശനത്തിന് വൈദികരും പ്രിയപ്പെട്ട ടീച്ചേഴ്സും എത്തിയത് ഞങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നു. ഞങ്ങളുടെ സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അതൊരാശ്വാസമായിരുന്നു. വൈദികരോടുള്ള ഞങ്ങളുടെ അടുപ്പം കൂട്ടുവാൻ അതൊത്തിരി സഹായിച്ചു. ദിവസം ചെല്ലുന്തോറും വിശുദ്ധ കുർബാനയോടുള്ള ഞങ്ങളുടെ ആഗ്രഹം കൂടുന്നത് ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇടവകയുടെ ഒരു ദിവ്യകാരുണ്യ സൈന്യമായി ഉയർത്തപ്പെട്ട് പെസഹ വ്യാഴാഴ്ച സ്ഥാനവസ്ത്രങ്ങളും കപ്പേളയും അണിഞ്ഞ് ദേവാലയത്തിൻ്റെ ഏറ്റവും മുന്നിലിരുന്ന് ശുശ്രൂഷകൾ കൂടുവാൻ സാധിച്ചതും, ഞങ്ങളുടെ തന്നെ കൈപ്പടയിൽ എഴുതിയ സാക്ഷ്യങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചതും, ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണത്തിന് സ്ഥാനവസ്ത്രങ്ങൾ അറിഞ്ഞ് വൈദികർക്ക് പിന്നിൽ അണിനിരക്കുവാൻ സാധിച്ചതും ദൈവാനുഗ്രഹമായി തന്നെ ഞങ്ങൾ കാണുന്നു. പരിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ അത്ഭുതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി ഞങ്ങളെ തിരിച്ച് ഞങ്ങൾക്ക് നൽകിയ ക്ലാസ്സിൽ നിന്നായിരുന്നു. അത് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. മിഥുനച്ഛനെയും അശ്വിനച്ഛനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഞങ്ങളെ ഇതിനായി ഒരുക്കിയ കുറേ കാവൽ മാലാഖമാർ. ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പരിശുദ്ധ കുർബാനയെ, ദൈവവചനത്തെ തൻ്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട്. നമ്മുടെ ആത്മീയ പിതാവ്, നമ്മുടെ സ്വന്തം വികാരിയച്ഛൻ റെവറൻഡ് ഫാദർ ഡെന്നി. അച്ഛൻ്റെ സമ്മതവും ഞങ്ങളോടുള്ള നിറഞ്ഞ സ്നേഹവുമാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നതിന് കാരണം. കുട്ടികളായ ഞങ്ങൾക്ക് അച്ഛൻ നൽകുന്ന പരിഗണനയും സ്നേഹവും എടുത്തു പറയേണ്ടതാണ്. ഇടവകയുടെ ഉന്നമനത്തിനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അച്ഛൻ ഓരോന്നായി നടപ്പിലാക്കി വരുന്നു. ഇനിയും ഒത്തിരി നന്മകൾ ചെയ്യുവാൻ അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏ ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ജീവനാഡിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആശിഷ് അച്ഛൻ. അച്ഛൻ്റെ മനസ്സിൽ ദൈവം നൽകിയ ഈ ആശയം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് അവസാനം വരെ അച്ഛൻ ഞങ്ങളോടൊത്തുണ്ടായിരുന്നു. അതിലുപരി
ഭക്തിയോടുള്ള കുർബാനയർപ്പണം, കുട്ടിത്തം നിറഞ്ഞ സൗഹൃദം, സ്നേഹത്തോടെയുള്ള ശിക്ഷണം. അങ്ങനെ നീളുന്നു അച്ഛൻ്റെ സവിശേഷതകൾ. ദേവാലയത്തിനകത്തും പുറത്തും സ്നേഹത്തോടെ വ്യാപരിക്കാൻ അച്ഛൻ്റെ സ്നേഹ സൗഹൃദം ഞങ്ങൾക്ക് സഹായകമായി. കുറഞ്ഞ കാലയളവിൽ ഈ ഇടവകയെ മുഴുവൻ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മിഥുനച്ഛൻ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഏറെയാണ്. പരിശുദ്ധ കുർബാനയോടുള്ള അതിയായ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയത് അച്ഛൻ്റെ ആ ക്ലാസ്സിലൂടെയാണ്. കുർബാനയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം ജ്വലിച്ചിരുന്നു. ജീവിതത്തിൻ്റെ അവസാനം വരെ അത് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. സിജു അച്ഛനും അശ്വിൻ അച്ഛനും ഗ്രിഫിൻ അച്ഛനും നമ്മുടെ ഇടവകയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഞങ്ങൾ കുട്ടികൾക്ക് അവർ നൽകുന്ന സ്നേഹവും വാത്സല്യവും എടുത്തു പറയേണ്ടതാണ്. അവരുടെയും നന്ദിയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. ഓരോ ഇടവകയുടെയും ശക്തി എന്ന് പറയുന്നത് അവിടെയുള്ള മതബോധന വിഭാഗം തന്നെയാണ്. ഇവിടെയുള്ള കാറ്റക്കിസം ടീച്ചേഴ്സ് തങ്ങളുടെ സമയവും കഴിവും എല്ലാം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. അവരുടെ പ്രയത്നത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് ഞങ്ങളുടെ ഈ സ്വപ്ന സാക്ഷാത്കാരം. പലപ്പോഴും അവർ തങ്ങളുടെ കാര്യങ്ങൾ മറക്കുന്നു ഈശോയ്ക്ക് വേണ്ടി. കാറ്റക്കിസം എച്ച്.എം. മൈക്കിൾ സാറിനെയും മറ്റെല്ലാ ടീച്ചേഴ്സിനെയും അതുപോലെ PTA മെമ്പേഴ്സിനെയും എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുമ്പോൾ നമുക്കുമുണ്ടായ 2 കൊച്ചച്ഛന്മാരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ആഷിസച്ചനെയും മിഥുനച്ഛനെയും. അവരുടെ കഠിനാധ്വാനങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇതിനുവേണ്ടി ഒത്തിരിയേറെ ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ് അവർ 2 പേരും. ഇന്നേ ദിവസം ഈ മക്കൾക്ക് വേണ്ടി ഈ 103 സൈക്കിളുകളും ഒപ്പിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ഒത്തിരിയേറെ പ്രതിസന്ധികളിൽ അത് സ്വരുക്കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ ഒത്തിരിയേറെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവം നൽകിയ 2 നല്ല കൊച്ചച്ഛന്മാരായിരുന്നു അശിസച്ചനും മിഥുനച്ഛനും. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന 2 പേർ, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന 2 പേർ, ഒരു മടിയില്ലാതെ ഓടാൻ തീക്ഷ്ണതയുള്ള ആ 2 പേരെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഒപ്പം മതബോധന എല്ലാ അധ്യാപകരെയും സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഞാൻ പറയും, എല്ലാ വിശ്വാസ പരിശീലനത്തിൻ്റെയും കേന്ദ്രബിന്ദു ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തിലേക്ക് ഈ മക്കളെ സ്വരുക്കൂട്ടുന്നതിന് വേണ്ടി എല്ലാ മതാധ്യാപകരും കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എച്ചമായ മൈക്കിൾ സാറിനെയും സുസ്മി ടീച്ചറിനെയും അനിൽ സാറിനെയും മറ്റെല്ലാ അധ്യാപകരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ദിവ്യകാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. എല്ലാ ടീച്ചേഴ്സിനെയും PTA ഭാരവാഹികളെയും പ്രത്യേകിച്ച് ദേവാലയ ശുശ്രൂഷയിലെ എല്ലാ അംഗങ്ങളെയും നമുക്കുള്ളൊരു വലിയ ഭാഗ്യമാണ്. നല്ലൊരു ഗായക സംഘം ഈശോയെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്ന, ക്രിസ്തുവിനെ കേന്ദ്രീകൃതമാകുന്ന ഒരു നല്ലൊരു ഗായക സംഘവും നമുക്കുണ്ട്. ഇന്നത്തെ ദിവ്യബലി തന്നെ അതിൻ്റെ സാക്ഷ്യമാണ്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഇതൊരു അത്ഭുതമാണ്. ഒരു 103 കുട്ടികൾ ഒരു ഇടവകയിലെ ദേവാലയത്തിൽ വന്ന് 1 വർഷം മുടങ്ങാതെ ഈ മഴയത്തും വെയിലത്തും സ്കൂളിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ സ്കൂൾ കഴിഞ്ഞ് ഓടി വന്നാൽ ഇതൊക്കെയും നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ പാഠമാണ്. അവരുടെ അനുഭവക്കുറിപ്പുകളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത്ര തീക്ഷ്ണമായി അവർ അതിലേക്ക് എത്തിച്ചേർന്നുവെന്നത് നമുക്ക് വലിയ സന്തോഷമാണ്.